നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1138 സ്പോയിലേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഈ സ്പോയിലേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വൺ പീസിൽ ഉടൻ തന്നെ ഒരു വലിയ വാറ് നടക്കാൻ പോവുകയാണ്. അതിനേക്കുള്ള തുടക്കമായിരിക്കും നമ്മുടെ എൽബാഫ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ സ്പോയിലേഴ്സിൽ എന്തൊക്കെയുള്ളതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണാൻ താല്പര്യമുള്ള കുട്ടികൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോ കുറച്ച് ലോങ് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. അതിനുമുമ്പ് മറ്റൊരു കാര്യം, നമ്മുടെ ചാനലിപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ 2K എന്ന് പറയുന്ന മൈൽ സ്റ്റോണിലേക്ക് തന്നിരിക്കും. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ലാസ്റ്റ് ചാപ്റ്റർ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൂഫി, നാമി, സോറോ എന്നിവർ നമ്മുടെ കാസലിലേക്ക് പോവുകയും അവിടെ നിന്ന് ഒരുപാട് ജയൻസിൻ്റെ സ്കെലിട്ടൺസൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ എൽബാഫിലെ കിങ്ങിൻ്റെ ഒരു വലിയ ഫോട്ടോയും നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എൻഡ് ആകുന്നത്. നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന സ്പോയിലേഴ്സിൽ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഷാങ്ക്സ് ആരുടെ കയ്യിൽ നിന്നായിരുന്നോ നമ്മുടെ ലൂഫിയുടെ ഡെവിൽ ഫ്രൂട്ട് മോഷ്ടിച്ചത് ആ ക്യാരക്ടറെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ വാനോ ആർക്കിൽ ജീംബെ ഫൈറ്റ് ചെയ്ത ആ ക്യാരക്ടറിലെ ആ ക്യാരക്ടറിനെ കാണിച്ചുകൊണ്ടാണ്, ആ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൂഫി, അതുപോലെ ഷെംറോക്ക്, പിന്നെ ഷെംറോക്കിൻ്റെ കൂടെ വന്ന ലേഡി ക്യാരക്ടർ, ഇവരൊക്കെയാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ വാറിനെക്കുറിച്ചും ഈ ചാപ്റ്റർ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷെംറോക്കിൻ്റെ ഡെവിൽ ഫ്രൂട്ട് പവറും ഈ ചാപ്റ്ററിൽ റിവീൽ ചെയ്യുന്നുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ പേര് ഹൂ ഈസ് ഇൻ ദ സീക്രട്ട് ബേസ് എന്നാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ ഷാങ്ക്സിൻ്റെ ട്വിൻ ബ്രദറാണ് ഷെംറോക്ക് എന്ന്. അതുമാത്രമല്ല, ഷാങ്ക്സ് നമ്മുടെ ഷെംറോക്കിൻ്റെ യങ്ങർ സിബ്ലിംഗ് ആണ്. നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ കിട്ടി ഷെംറോക്ക് നമ്മുടെ ഷാങ്ക്സിൻ്റെ ബ്രദറാണെന്നുള്ളത്. അടുത്തൊരു സീനോട് കൂടി നമ്മുടെ ഷെംറോക്കിൻ്റെ ഡെവിൽ ഫ്രൂട്ട് പവർ റിവീൽ ചെയ്യുന്നുണ്ട്. ഷെംറോക്ക് തൻ്റെ സോഡ് ഉപയോഗിച്ച് നമ്മുടെ ലോക്കിനെ അറ്റാക്ക് ചെയ്യുന്നൊരു സീന് കാണിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ഷെംറോക്കിൻ്റെ സോഡിൻ്റെ ഡെവിൽ ഫ്രൂട്ട് പവറാണ് റിവീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സോഡിൻ്റെ ഡെവിൽ ഫ്രൂട്ട് പവർ. ഇത് വൺ പീസിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. നമ്മുടെ ഷെംറോക്കിൻ്റെ സോഡിൻ്റെ ഡെവിൽ ഫ്രൂട്ട് പവർ റിവീൽ ചെയ്യുന്നുണ്ട്. പവർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെർബറസ് എന്ന് പറയുന്ന ഒരു ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവറാണ് നമ്മുടെ ഷെംറോക്കിൻ്റെ സോഡിനുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പവർ എന്താണെന്ന് വെച്ചാൽ, ഈ സെർബറസ് എന്ന് പറയുന്ന ഒരു 3 തലയുള്ളൊരു ഡോഗാണ്. ഗ്രീക്ക് മിത്തോളജിയിൽ ഈ ഡോഗ് നമ്മുടെ അണ്ടർവേൾഡിൻ്റെ ഗേറ്റ് കീപ്പറാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏകദേശം അതേ രീതിയിൽ തന്നെയല്ലേ നമ്മുടെ ഷെംറോക്കിൻ്റെ റോളും വരുന്നത്. പക്ഷേ ഈ ഒരു സീനോട് കൂടി മറ്റൊരു കാര്യം കൂട്ട നമ്മുടെ വൺ പീസ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷാങ്ക്സിൻ്റെ സോഡിന് ഇതുപോലെ തന്നെയുള്ള എന്തെങ്കിലും പവർ ഉണ്ടോ എന്ന്. നമുക്കറിയാം ഷാങ്ക്സിൻ്റെ സോഡിൻ്റെ പേര് ഗ്രിഫൺ എന്നാണ്. അപ്പോൾ ഈ പവർ നമ്മുടെ ആ ഗ്രിഫൺ എന്ന് പറയുന്ന മിത്തിക്കൽ ബീസ്റ്റിൻ്റെ പവർ നമ്മുടെ ഷാങ്ക്സിൻ്റെ സോഡിന് ഉണ്ടോ എന്നാണ് ഇപ്പോൾ നമ്മുടെ വൺ പീസ് കമ്മ്യൂണിറ്റിയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു തിയറി. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കും തോന്നുന്നത് അങ്ങനത്തെ പവർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ്. നമ്മുടെ സോഡ് കൈ പിടിക്കുന്ന സാധനമല്ലേ, അതുകൊണ്ട് എന്തായാലും നമ്മുടെ വേൾഡ് വെള്ളത്തിനടിയിലാകുമ്പോൾ അതിന് മുങ്ങാനും പോകുന്നില്ല, അല്ലെങ്കിൽ സോഡ് സിം ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഷാങ്ക്സിൻ്റെ സോഡിന് ഡെവിൽ ഫ്രൂട്ട് പവർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ റെഡ് ഹെയർ പാരൻസിലെ ഓരോ മെമ്പേഴ്സിൻ്റെ വെപ്പൺസിനും അതിൻ്റേതായ ഡെവിൽ ഫ്രൂട്ട് പവർ ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ലൂഫിയുടെ ഒരു സീനാണ് കാണിക്കുന്നത്. ലൂഫിയും അതുപോലെ തന്നെ നമ്മുടെ ലേഡി ക്യാരക്ടർ അറ്റാക്ക് ചെയ്ത ഗാർഡ്സും തമ്മിൽ കണ്ടുമുട്ടും. അപ്പോൾ ഗാർഡ്സ് പറയൂ, ഷാങ്ക്സ് ഞങ്ങളെ അറ്റാക്ക് ചെയ്തെന്ന്. അപ്പോൾ ലൂഫിക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ലൂഫി അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഷാങ്ക്സ്. അതുകൊണ്ട് ഷാങ്ക്സ് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ലൂഫി വിശ്വസിക്കില്ല. അത് കേട്ടപ്പോൾ ലൂഫി അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഈ സീനിൽ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ സ്പോയിലേഴ്സ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കാഷ ഹാറ്റ് എന്ന് പറയുന്ന ഒരു ഹാറ്റ് വെയർ ചെയ്യുന്ന ഒരാൾ നമ്മുടെ കാസലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഈ കാഷ ഹാറ്റ് ഇട്ട മാൻ ആരാണെന്ന് വെച്ചാൽ, നമ്മുടെ ഡോക്ടർ ക്യൂറസിൻ്റെ കൂടെ നമ്മുടെ റോജറിൻ്റെ ഷിപ്പിലെ ഡോക്ടറായിരുന്ന അയാളുടെ കൂടെ പണ്ട് ഡ്രിങ്ക് ചെയ്ത ഒരു ക്യാരക്ടറില്ലേ, ആ ക്യാരക്ടറാണ് ഇപ്പോൾ ഈ കാസലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ വൺ പീസിലേക്ക് പുതിയൊരു റോജർ പാരറ്റ് മെമ്പറും കൂടെ കാണിക്കാൻ പോവുകയാണ്. ഇതൊരു പക്ഷേ സ്കോപ്പർ കവാനാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റോജർ പാരറ്റ് മെമ്പറാകാം. എന്തായാലും നമുക്ക് ഉറപ്പിക്കാം, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എൻ്റെ ഒരു ആഗ്രഹം ഇത് സ്കോപ്പർ കവാനായിരിക്കണം എന്നാണ്. കാരണം എനിക്ക് അദ്ദേഹത്തിന് നമ്മുടെ വൺ പീസ് കാണണമെന്ന് ഒരുപാട് ആഗ്രഹം. ഫ്ലാഷ് ബാക്കിലല്ലാതെ നമ്മൾ പ്രസൻറ്റിൽ നമ്മൾ ഇതുവരെ സ്കോപ്പർ കമാനെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അയാളെ കാണാനുള്ള ഒരു അവസരമായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആ ക്യാരക്ടർ ആകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. നിങ്ങളുടെ ഈ ക്യാരക്ടർ ആരായിരിക്കും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്. ഈ ക്യാരക്ടർ അവിടെ അപ്പിയർ ആകുന്നത് നമ്മുടെ റോജർ പാരറ്റ്സ് ഷാങ്ക്സിൻ്റെ ഫാമിലി പോലെയാണെന്ന് ലൂഫി പറയുന്ന സീനിലാണ്. അപ്പോൾ ഇയാൾ റോജർ പാരറ്റ്സിൽ മെമ്പറാകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ തൊട്ടടുത്ത സീനിൽ നമ്മുടെ ഫ്രാങ്കിയും അതുപോലെ തന്നെ റിപ്ലിയും നമ്മുടെ ആഡം ട്രീൻ്റെ മുന്നിൽ പോയി നിൽക്കും. അവിടെയാണെങ്കിൽ വലിയൊരു മോറലുണ്ട്. ആ മോറൽ എന്ന് വെച്ചാൽ ഒരു പെയിൻറ്റിംഗ് ആണ്. ആ പെയിൻറ്റിങ് നമ്മുടെ വോയിഡ് സെഞ്ചുറിയുടെ ടൈമിലാണ് വരച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററോട് കൂടി നമുക്ക് വോയിഡ് സെഞ്ചുറിയുടെ ഒരു ഫസ്റ്റ് ലുക്ക് കാണാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ തൊട്ടടുത്ത സീനിലായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ റോബിന് നമ്മുടെ സോള് കൊടുത്ത ബുക്ക്
ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇതുവരെ നമ്മുടെ ജയൻസിന് അതിലുള്ള ഫുൾ ട്രാൻസ്ലേഷൻ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഇപ്പം നമുക്ക് റോബിൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിലുള്ള ട്രാൻസ്ലേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് അടുത്ത സീന് കാണിക്കുന്നത്. ഈ ബുക്ക് നമ്മുടെ റോബിൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോടെ നമുക്ക് വേർഡ് സെഞ്ചുറിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന കാര്യം സംശയമൊന്നും വേണ്ട. ഈ ബുക്കിൽ കുറച്ച് ഭാഗത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേൾഡിൽ കഴിഞ്ഞു പോയ 2 ഓൾഡ് വാറിനെ കുറിച്ചാണ് ഈ ബുക്ക് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി മൂന്നാമത് നടക്കാൻ പോകുന്ന ഒരു വാറിനെക്കുറിച്ചും ഈ ബുക്ക് പറയുന്നുണ്ട്. അതുമാത്രമല്ല മൂന്നാമതൊരു വാറിനെക്കുറിച്ചും ഈ ബുക്ക് പറയുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ഈ ബുക്ക് പറയുന്നത്. ഒരു സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയ സ്പോയിലേഴ്സിലുള്ളത്. ഈ സ്പോയിലേഴ്സിലുള്ളതൊക്കെ സത്യമാകണമെന്ന് ഒരൊറ്റ ഇതൊക്കെ സത്യമാണെങ്കിൽ നമ്മുടെ ചാപ്റ്റർ നാളെ ഇറങ്ങാൻ പോകുന്ന ചാപ്റ്റർ വളരെ ഹൈപ്പുള്ളൊരു ചാപ്റ്റർ ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ വളരെ ഓവർ ഹൈപ്പായിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞ് വരാൻ പോകുന്ന അടുത്ത ചാപ്റ്ററിലും ബ്രേക്ക് ഇല്ലെന്നാണൊക്കെയാണ് പറയുന്നത്. അപ്പം ബ്രേക്ക് ഇല്ലെങ്കിൽ ഉടൻ തന്നെ നമുക്ക് 2 ചാപ്റ്റേഴ്സ് തുടർച്ചയായി ഇപ്പോൾ 4 ചാപ്റ്ററായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് വൺ പീസിൻ്റെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഹൈപ്പായിട്ടായിട്ടാണ് ഞാനുള്ളത്. നാളെ ചാപ്റ്റർ ഇറങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവസ്ഥ എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇനി എന്തെങ്കിലും നമുക്ക് പറയണമെങ്കിൽ നമുക്ക് എന്തായാലും നാളെ വരെ കാത്തിരിക്കണം. നാളെ നമ്മുടെ പുതിയ ചാപ്റ്റർ ഇറങ്ങിയതിന് ശേഷം അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ട് ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഞാൻ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നത്. ബൈ ബൈ.